ഓക്കെ, AC7F ആറാമത്തെ നമ്മുടെ AC7ലെ ഒബ്ജക്റ്റീവ് എലമെന്റ് ഡിസ്കസ് ചെയ്യുന്നത് ലബോറട്ടറി പേഴ്സൺസ് ആർ അപ്രോപ്രിയേറ്റ്ലി ട്രെയിൻഡ് ഇൻ സേഫ് പ്രാക്ടീസസ് എന്നാണ്. അതായത് നമ്മൾ ലാബ് പലപ്പോഴും ബയോഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ എംപ്ലോയീസ് ആവശ്യത്തിന് ട്രെയിൻഡ് ആയിരിക്കണം അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. നമുക്ക് കൃത്യമായും കഴിഞ്ഞ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ നമ്മൾ കണ്ടതാണ് മെറ്റീരിയൽ സേഫ്റ്റി ആൻഡ് ഡേറ്റ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. ഈ MSDS എന്ന് പറഞ്ഞ ആ ഒരു ഡേറ്റ ഷീറ്റ് ഹാൻഡ്ലിങ് അല്ലെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഹാൻഡ്ലിങ്, ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാന കാര്യം ഇത്തരത്തിലുള്ള ബയോഹസാഡസ് ആയിട്ടുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കത് ഹാംഫുള്ളാകാതിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഇതിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ ചേർത്ത് വെച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് എല്ലാ നമ്മുടെ മെഡിക്കൽ ജേർണലുകളും വളരെ വ്യക്തമായി ഇതിൻ്റെ സ്റ്റൈലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഓരോ കൃത്യമായ സാമ്പിളുകളെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ മാനേജ് ചെയ്യണമെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് MSDSൽ കിട്ടും. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ലാബിൽ ഇത്തരത്തിലൊരു പ്രാക്ടീസ് ആവശ്യമാണ്. ഈ പ്രാക്ടീസ് നമ്മുടെ സേഫ്റ്റി, നമ്മുടെ എംപ്ലോയീസിൻ്റെ സേഫ്റ്റി, എക്യുപ്മെൻസിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് അവിടെ ഉണ്ട്, നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഈ ഒരു ജോലി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ്. നമ്മൾ ഈ സൊസൈറ്റിയുടെ പാർട്ടാണ്. സോ നമ്മളൊരു കാരണവശാലും ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം സ്വീകരിക്കാനുള്ള ആൾക്കാരല്ല. സോ എന്തൊക്കെയാണ് നമ്മളുടെ ലാബിൽ നടത്തുന്ന സേഫ്റ്റി മെഷേഴ്സ്, ആ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് കൃത്യമായും നമുക്കൊരു ഒരു ട്രെയിനിങ്, ഒരു പ്രാക്ടീസ് ഉണ്ടാവണം. AC7F